നമ്മൾ റൂമിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടേ. നമ്മുടെ പ്ലാന്റ് ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4:30 വർക്ക് ചെയ്ത പ്ലാന്റാണ്. നമ്മുടെ ഡ്യൂട്ടി വരുന്നത് 5:30 കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ലോഡിങ്ങിന് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതാ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ടേ. സൈഡിൽ താറിങ്ങി തുടങ്ങാറായിട്ടേ ഉള്ളൂ. നമ്മുടെ വണ്ടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ താറിങ് ഉപ്പള ഭാഗത്താണ് കേട്ടോ. ഉപ്പള ഫ്ലൈ ഓവറിനെ അടുപ്പിച്ചാണ് നമ്മുടെ ഇന്നത്തെ താറിങ്ങും പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാ വർക്കേഴ്സും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിൽ കാണുന്ന ഈ വണ്ടികളൊക്കെ മൊത്തം താറും കൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ പിറകിലായിട്ട് നമ്മുടെ എല്ലാ വണ്ടിയും അവിടെ കിടപ്പുണ്ട്. ഇത് ഈ കാണുന്ന സാധനം നമ്മുടെ പേപ്പറിന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാ സ്ട്രിങ് വലിച്ച് ടൈറ്റാക്കിയാണ്. ഈ കാണുന്ന കമ്പി ഇതാണ് ഇതിൻ്റെ ലെവൽ കേട്ടോ, നമ്മുടെ താറിങ്ങിൻ്റെ ലെവൽ. ഈ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പേപ്പർ മെഷീൻ താറ് ലെവൽ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട്. ലോഡ് തട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിന് അടുപ്പിച്ചാണ് ഈ താറിങ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ താഴത്തെ സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഈ മെയിൻ റോഡും അതുപോലെ തന്നെ സർവീസ് റോഡും തമ്മിൽ. ഓയ് ഇത് നമ്മുടെ ഡ്രൈവറാണ് കേട്ടോ. നേരായ പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പിണറായി എന്ന് വേണം പറയാൻ. അപ്പോൾ ഭയങ്കര ചമ്മലാണ് മൂപ്പർക്ക് വീഡിയോന് മുന്നിലൊക്കെ വരാൻ. അതുകൊണ്ട് നേരെ നോക്കുന്നില്ല. നമ്മുടെ റോളർ ഓപ്പറേറ്റർ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഡ്രൈവറും ഓട്ടോ ഇതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പേവറിൻ്റെ അടുത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ താറിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ താറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും അതിൻ്റെ ഒരുക്കപ്പാലാണ് കേട്ടോ. ഇത് നമ്മുടെ ലീഡർ അജയ് ഷാട്ടൻ, അതുപോലെ തന്നെ ബാക്കി എല്ലാ വർക്കേഴ്സും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ പോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടിപ്പർ ഇതാ ഇവിടെ ലോഡ് തട്ടിത്തുടങ്ങി. നമ്മുടെ ഉപ്പളയൊക്കെ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകാതെ തന്നെ നമുക്ക് ഫ്ലൈ ഓവർ വഴി യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോഡ് ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2 പേപ്പർ മെഷീൻ ഉണ്ട്. ഒരു മെഷീനാണ് ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതും ഈ മെഷീൻ സെറ്റാക്കി കൊണ്ടുവരണം. അപ്പോഴേ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം വർക്കൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ സെൻട്രലി ഇത് 2 പാർട്ടായിട്ടാണ് ഉള്ളത്. അതിൻ്റെ തുടക്കം നിന്നാണ് നമ്മുടെ താറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ ഇവിടെ എക്സ്പ്രഷൻ ജോയിൻറ്റിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ എക്സ്പ്രഷൻ ജോയിൻറ്റ്. പാലം തമ്മിൽ ചേരുന്ന ഈ കാണുന്ന ഈ സാധനം റബ്ബറാണ്. ഇത് മൊത്തം റബ്ബറാണ്. റബ്ബറിൽ രണ്ടിനെയും പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ നല്ല അടിപൊളിയായി കഴിഞ്ഞു. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് കൂടെ നമ്മുടെ R1 പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് വർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം.
അപ്പോൾ സൂര്യനൊക്കെ ഇതാ ഉദിച്ചു ഉയർന്ന് വരുന്നുണ്ട്. നമ്മുടെ താരങ്ങി നീങ്ങിത്തുടങ്ങി. നമ്മൾ ഓരോ വണ്ടികളായിട്ട് ഇതാ തട്ടി തട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇപ്പോൾ പാലത്തിന് താഴെ കൂടെ നമ്മുടെ മുടിയനതാ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കൈക്കൊമ്പയിലേക്കുള്ള പോക്കാണ് കേട്ടോ. മുടിയൻ അവിടെയാണ് പണി. അതുപോലെ തന്നെ നമ്മുടെ താരങ്ങി ഇതാ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം താരങ്ങി ഇതാ സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ പേവർ സെറ്റാക്കി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ പേവർ സെറ്റാക്കിയിട്ട് വേണം മൊത്തത്തിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ. ഈ സൈഡൊക്കെ മൊത്തത്തിൽ ഇന്ന് ശരിയാക്കണം. ഏതാണ്ട് രാത്രിയാവും എന്ന് തോന്നുന്നു. കാരണം അത്രയും ലോഡ് സാധനം ഇവിടത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിലൊക്കെ ഇപ്പോൾ തകൃതിയായുള്ള മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്തിരി ഏരിയയിൽ വെയിൽ വന്നു കഴിഞ്ഞാലുള്ള ചൂട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല സമാധാനപരമായിട്ട് നമുക്ക് താർ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇതാ മാക്കണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അളവൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ലീഡർ, താറിങ്ങിൻ്റെ ലീഡറാണ് നമ്മുടെ അജയ് ചേട്ടൻ. അജയേട്ടാ, അപ്പോൾ നമ്മുടെ പണിക്കാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ വണ്ടിയും ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ദൂരെയായിട്ടുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇതാ ദൂരെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഇതുപോലെ ക്യൂവിൽ കൊണ്ടുവെക്കണം. കറക്റ്റ് വളച്ച് അടുത്ത വണ്ടി നിർത്താതെ കരുതുന്ന രീതിയിൽ കൊണ്ടുവെക്കണം. രാവിലെയുള്ള ചെറിയൊരു ഡിലേ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പണി പറന്നുകൊണ്ടേയിരിക്കും. മിക്സ് കൊണ്ട് എടുക്കുക, തട്ടുക, ഇത് തന്നെയാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ വരെയാണ് നമുക്ക് ഇനി താറ് ചെയ്യേണ്ട ഏരിയ. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് ഇത്രത്തോളം ഏരിയയിൽ നമ്മളിനി താറ് ചെയ്ത് സെറ്റാക്കണം. നമ്മുടെ ഒന്നാമത്തെ പേവർ ഇതാ ഇത്രത്തോളം ലെവൽ ചെയ്ത് പോയിട്ടുണ്ട്. അതിപ്പോൾ റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പേവർ ഇതവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പേവർ ഇതാ വലിച്ച് വരുന്നുണ്ട്. ഒന്നാമത്തെ പേവർ അത്രയും ദൂരം ലെവൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പേവർ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പേവറിൽ ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്. അടുത്തത് നമ്മുടെ വണ്ടിയാണ് തട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ രാജയുടെ വണ്ടിയാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോഡ് തട്ടുമ്പോൾ അധികവും ഇങ്ങനെ ടയറ് പൊങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നമ്മുടെ വണ്ടിയുടെ അത്രയും വെയിറ്റ് നമ്മുടെ ഈ പേവർ താങ്ങുന്നുണ്ട്. വണ്ടിയുടെയും മിക്സിൻ്റെയും ഒക്കെ വെയിറ്റ് ഈ പേവർ താങ്ങുന്നുണ്ട്. ഈ പേവറാണ് നമ്മുടെ ലോറി ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ രാജയുടെ ലോഡ് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ വണ്ടിയാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വണ്ടി തട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാ പേവർ ഇങ്ങനെ തള്ളി കൊണ്ടുപോകാണ് കേട്ടോ. ഇപ്പോൾ പിറകിലായിട്ട് നമ്മുടെ റോളറും ടീമൊക്കെ റോൾ ചെയ്യാനുള്ള സെറ്റപ്പ് തയ്യാറെടുത്തിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ചായയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണിക്കാരൊക്കെ ഇപ്പോൾ കുറച്ച് ആളുകൾ ചായ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മുടെ രാജയുടെ വണ്ടി ഇതാ ബാലൻസുള്ള സാധനം അവിടെ തട്ടി ഇനിയിപ്പോൾ വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടിക്കകത്ത് ലോഡ് ഇതാ ഇങ്ങനെ പേവർ ലോഡ് ഇങ്ങനെ വലിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ലോഡ് കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇതാ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇതാ വിവിയാഡറാണ് കേട്ടോ. വിവിയാഡറാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ആശായ. അപ്പോൾ നമ്മളും വിവിയാഡറും കൂടി ഇപ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ
നമ്മുടെ ഉപ്പള പാലത്തിൻ്റെ മുകളിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ച് മുമ്പ് ആക്സിഡൻറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മളെ പ്ലാനിലെത്തി ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പുട്ടും ചിക്കൻ കറി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ FOBയുടെ ഓരോരോ ഭാഗങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ നൈറ്റൊക്കെ വർക്കാണ് കേട്ടോ. നമ്മുടെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ അവിടെ കിടപ്പുണ്ട്. പ്ലാന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ലോഡാക്കിയിട്ടില്ല. നമ്മുടെ അടുത്തതാണ് നമ്മുടെ ലോഡാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വണ്ടിയാണ് അടുത്തത്. ഇത് ലോഡ് ചെയ്ത് വെച്ച വണ്ടിയാണ്. ഒരു വണ്ടി ഇവിടുന്ന് ലോഡായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും ലോഡുമായിട്ട് ഇതാ സൈഡിലെത്തിയിട്ടുണ്ട്. അപ്പം വണ്ടിയൊക്കെ ഇതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പേവർ മാറ്റി വെക്കണം. പേവർ ഇപ്പോൾ ഒരു സൈഡിൽ മൊത്തം വലിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡ് വീണ്ടും പേവർ മാറ്റി വെക്കണം. അതിൻ്റെ ഒരു ഡിലേ ആണ്. നമ്മൾ ലോഡ് കട്ടാൻ വേണ്ടിയിട്ട് വണ്ടി വെക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. നമ്മുടെ PTRൊക്കെ അവിടുന്ന് തലങ്ങനം വിലങ്ങനും ഓടിക്കളിക്കുകയാണ്. ഒരു സൈഡ് മൊത്തം താരങ്ങി കംപ്ലീറ്റ് ആയി. ഇത് ഫസ്റ്റ് ലെയറാണ് കേട്ടോ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള രണ്ടാമത്തെ ഏരിയയിൽ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ വെച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. 2 പേപ്പറും കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ PTR നിർത്താതെയുള്ള ഓട്ടാണ്. ഇപ്പോഴേ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ നല്ല ഒടുക്കത്തെ വെയിലാണ്. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മുടെ താറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഇതാ രണ്ടാമത്തെ ഘട്ടം നമ്മൾ താറിങ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഒരു പേവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റോളറും അതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം ഏരിയയിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇനിയിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പണി തീരേണ്ട സ്ഥലം. അവിടെയും ഏകദേശം വർക്ക് കഴിയാറായി. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതേമാതിരിയുള്ള വെളിച്ചാണ്, ഒടുക്കത്തെ ചൂടും. അപ്പം നമ്മുടെ താറിങ്ങിൻ്റെ മുകളിൽ നടന്നു കഴിഞ്ഞാൽ കാലൊക്കെ നല്ല ചുട്ട് വഴുകുന്നുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മുടെ വർക്കേഴ്സ് വർക്ക് ചെയ്ത് നമുക്ക് 6 വരിയുടെ ഇതുപോലത്തെ ഒരു റോഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പം അത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ നമ്മുടെ ഈ റോഡിൻ്റെ വർക്കിനൊക്കെ. നിന്ന് വെയിൽ കൊള്ളണം, അതുപോലെ തന്നെ താറിൻ്റെ ചൂടും രണ്ടും സഹിക്കണം. മുകളിൽ നിന്നുള്ള ചൂടിനേക്കാളും താഴെയുള്ള ഈ ചൂട് വളരെ അധികമാണ്. അതിലൊക്കെ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ വർക്കേഴ്സ് ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമുക്ക് ഈ റോഡ് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് കേട്ടോ. ഇത്രയും ചൂടുള്ള താറാണ്. അപ്പം അതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഇവിടെയൊക്കെ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നടുവിലുള്ള കമ്പികളൊക്കെ ഇപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ നേരത്തെ വലിച്ചു പോയ ഈ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പേപ്പർ ബാക്കിയുള്ള ഏരിയകളൊക്കെ താറിങ്ങി വലിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരം ഇവിടെ ഡിലേ ആയിപ്പോയത്. വർക്ക് ഡിലേ ആയതല്ല, ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഒരു പേപ്പർ അങ്ങ് ദൂരെ എത്തി. അപ്പോൾ ഇനി രണ്ടാമത്തെ പേപ്പർ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ്. ഈ താറിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ബാക്കിയുള്ള ഈ ഏരിയ ഒക്കെ ഇനിയിപ്പോൾ താറിങ്ങ് വലിച്ചു പോവും. നമ്മുടെ രണ്ടാമത്തെ പേപ്പർ സെറ്റായി.
അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പണി ഇതാ തുടങ്ങി കഴിഞ്ഞു. എഡ്ജിലേക്കുള്ള ലേശം ടാർ മിക്സ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വർക്കേഴ്സ് ലെവലാക്കി ഒരു അലൈൻമെൻറ്റ് സെറ്റാക്കി വരണം. ആദ്യത്തെ പരിപാടി അതാണ്, ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കി എടുക്കൽ. അവിടെ നമുക്ക് പേവർ അവിടെ ആ ലെവൽ വെച്ചിട്ടാണ് മുന്നിലോട്ട് ലെവലാക്കി വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ തട്ടിയ ഈ മിക്സ് നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ തട്ടി ലെവലാക്കിയിട്ട് ഒരു ലെവലിൽ ഈ എഡ്ജിലായിട്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഈ എഡ്ജിലായിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചെറിയ ഏരിയ നമ്മുടെ വർക്കേഴ്സ് തന്നെ റെഡിയാക്കി കൊണ്ടുവരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പേവർ അവിടെ വെച്ചിട്ട് ലെവൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സൊക്കെ അതിൻ്റെ പരിപാടിയിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് തട്ടി പോവാം. നമ്മുടെ ബാക്കിയുള്ള ലോറികളൊക്കെ പ്ലാന്റിലോട്ട് മിക്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേവറിലോട്ട് ലോഡ് തട്ടിയിട്ട് വേണം അടുത്ത മിക്സ് എടുക്കാൻ വേണ്ടി പോവാൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നമ്മുടെ വർക്കേഴ്സ് ബെഡ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെവലിലാണ് നമ്മുടെ പേവർ ഇപ്പോൾ പോകുന്നത്. ഇനി അവിടെ വെച്ചിട്ട് വേണം അവിടെ നിന്ന് അങ്ങോട്ട് ആ ലെവലിൽ വേണം പേവർ ലെവലാക്കി പോവാൻ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ഇതിലോട്ട് തട്ടിക്കണം. ദൂരമായിട്ട് ഇതാ അവിടെ നല്ല തകൃതിയായിട്ട് മിക്സ് അടിച്ചടിച്ച് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഊഴമായിട്ടുണ്ട്. നമ്മളിതാ ലോഡ് നമ്മുടെ പേവറിലോട്ട് തട്ടാൻ വേണ്ടി പോവാണ്. ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത നമുക്ക് നമ്മുടെ ലോഡ് തട്ടണം. അപ്പോൾ നമ്മുടെ ലോഡ് ഇപ്പോൾ ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. വർക്കേഴ്സൊക്കെ സെൻസറൊക്കെ സെറ്റാക്കേണ്ട പരിപാടിയാണ് നമ്മുടെ പേവറിൻ്റെ. ആ സെൻസറിൻ്റെ സഹായത്തോടാണ് ഈ പേവർ ലെവൽ ക്ലിയറായി പോകുന്നത്. ഇതൊക്കെ നമ്മുടെ പേവർ മെഷീൻ്റെ കൺട്രോളുകളാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇദ്ദേഹമാണ് നമ്മുടെ പേവറിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ മൂപ്പറാണ് നമ്മുടെ ഈ പേവർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മിക്സ് വന്ന് നിറഞ്ഞു. ഇനി നമുക്കിത് വലിച്ച് പോകണം. ഈ പച്ച കളറിൽ കാണുന്ന സാധനമാണ് കേട്ടോ ഇതിൻ്റെ സെൻസർ. അത് ലെവല് ചെക്ക് ചെയ്യാനുള്ള സെൻസറുകളാണ്. പാശാൻ പേവറിലോട്ട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും ലെവലൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ പേവർ ഇതാ തള്ളി ലെവൽ ചെയ്ത് പോകുന്നുണ്ട്, വലിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ ഇതാ കറക്റ്റ് ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ എഡ്ജിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പേവർ മെഷീൻ ലെവൽ ചെയ്ത് പോകുന്നത്. നമ്മുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളവുമായി നമ്മുടെ ഓട്ടോ ഇതാ അവിടെ വന്നിട്ടുണ്ട്. തണുത്ത നാരങ്ങ വെള്ളമായിട്ട് നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതാ ആ ചൂടിൽ നിന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെള്ളം കുടിക്കാനുള്ള തിരക്കിലാണ്. തൽക്കാലത്തേക്കൊന്ന് വർക്ക് കൂടെ സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ചൂടിൽ ഇടയ്ക്കിടെ നമ്മുടെ കമ്പനി ഇങ്ങനെ വെള്ളം കൊണ്ട് തരും, നല്ല തണുത്ത വെള്ളം. അപ്പം അത് കുടിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ആശ്വസിക്കൽ. കാരണം നല്ല ചൂടാണ്. നിങ്ങൾക്ക് ചൂടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. താറിനും ചൂടാണ്, വെയിലിൻ്റെ ചൂടുമാണ്. അപ്പോൾ ഇടയ്ക്കിടെ വരുന്ന ഈ തണുത്ത വെള്ളമാണ് നമ്മുടെ ആശ്വാസം.
അപ്പം എല്ലാവരും നല്ല ദാഹത്തോടെ കുടിച്ച് തീർക്കണം കേട്ടോ. ഈ ഒരു സെൻസർ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ലെവല് ശരിയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ലെവൽ ചെയ്ത് വെച്ച ഈ കമ്പിയിൽ ടച്ച് ചെയ്താണ് നമ്മുടെ സെൻസർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മിക്സ് തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് മിക്സ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ലോഡ് ചെയ്തിടുന്നതും ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ഇങ്ങനെ കറങ്ങി ഇവിടെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നോക്കി നമ്മുടെ ചങ്ക് ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ ലോഡ് കയറ്റിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടി പുറകിലായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ മറ്റൊരു വണ്ടി അവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ ഫസ്റ്റ് ലെയർ താരങ്ങി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ താരങ്ങി ഇതോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ ലോഡ് മിക്സ് എടുത്ത് വന്നിട്ടുണ്ട്. ഒരു പേപ്പർ അവിടെ കിടപ്പുണ്ട്, ഒരു പേപ്പർ ഇവിടെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താഴെക്കൂടെ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ചായയും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചായ ഒക്കെ കുടിച്ച് വർക്ക് വീണ്ടും തുടങ്ങിയതാണ്. നമ്മൾ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ചായ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം നമ്മളെ പേപ്പറിന് എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സെൻസറും കാര്യങ്ങളൊക്കെ തന്നെ കൂടി. നേരത്തെ ഫസ്റ്റ് ലെയർ വലിച്ച പോലെയല്ല, ഇപ്പോൾ കുറച്ച് സെൻസർ അധികമാണ്. ഒന്നുകൂടെ ലെവല് കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ പേപ്പർ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ എൻജിനീയേഴ്സും ടീമൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ 2 സെൻസർ കണ്ടിരുന്നു. ഇപ്പോൾ 3 സെൻസറും കൂടി എക്സ്ട്രാ കൂടിച്ചേർന്നാണ് ഈ താറിങ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്കെയിലൊക്കെ ഇവിടെ കാണാം. ഒരു സെൻസർ ഇവിടെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു സെൻസർ ഇവിടെയുണ്ട്. ഇതിൻ്റെ നേരെ പിറകിലായിട്ട് അവിടെയും ഒരു സെൻസറുണ്ട്. നമ്മുടെ ഉപ്പള ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് നമുക്ക് ഇവിടെ നോക്കാം. ഇതുവഴിയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ ഞങ്ങൾ വർക്ക് നല്ല സ്പീഡിൽ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വണ്ടി ലോഡ് തട്ടിപ്പോയി, അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡൊക്കെ തട്ടി ഞാനും ബിബിയാട്ടനും വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ബിബിയാട്ടനാണെങ്കിൽ ഒരു രക്ഷയില്ല, നിർത്താണ്ട് ഓട്ടാണ്. ലോഡ് എടുക്കുന്നു തട്ടുന്നു. ഞങ്ങളിപ്പോ ഉപ്പള ഗേറ്റിനടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനിയും ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ വണ്ടിയൊക്കെ മുന്നിലുള്ള വണ്ടിയൊക്കെ ഇപ്പൊ ലോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഡ് ഇതാണ് കേട്ടോ. നമ്മുടെ ഒസങ്കടി എത്തും മുമ്പിട്ട് നമ്മുടെ ഉപ്പള ഗേറ്റിൻ്റെ അടുത്തായിട്ടുള്ള റോഡ് നല്ല അടിപൊളിയായിട്ട് നല്ല ലൈനൊക്കെ വരഞ്ഞ് സെറ്റപ്പായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുന്നേ ഒരുപാട് വണ്ടി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുന്നേ വന്ന വണ്ടികളാണ് ഇതൊക്കെ. നമ്മുടെ വണ്ടി ഇതാണ്. ഇതൊക്കെ ലോഡ് ചെയ്തിട്ട് വേണം ഇനി അടുത്തത് നമ്മുടെ വണ്ടി ലോഡ് ചെയ്യാൻ. നമ്മുടെ ലോഡറൊക്കെ ഇവിടെ നല്ല തകൃതിയായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടി ഇവിടുന്ന് നമ്മുടെ പ്ലാന്റിലേക്ക് നിന്ന് മിക്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിലൊക്കെ അയച്ച. അതുപോലെ തന്നെ സൈറ്റിലും നല്ല തകൃതിയായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഓരോ വണ്ടിയും ഇപ്പോൾ സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി മിക്സ് ഇപ്പോൾ തട്ടിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് തട്ടി തിരിച്ചു വരുമ്പോട്ട് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ നമ്മളിപ്പോൾ 3 പ്ലാന്റിൽ നിന്ന് മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞില്ല കേട്ടോ. നമ്മളിപ്പോഴും വണ്ടി ലോഡിങ്ങിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യനൊക്കെ അസ്തമിക്കാറായി, നേരം സന്ധ്യയായി തുടങ്ങി. ഇപ്പോഴും നമ്മുടെ പ്ലാന്റിൽ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്.